ഗുഡ് ഈവനിങ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ പേജ് ഉൾപ്പെടെ ചെയ്തിട്ടവരുണ്ട്, ഞാൻ കണ്ടു. നിങ്ങൾ തന്നെയാണോ ചെയ്തത്? തന്നെ ചെയ്തയാണോ? റെഫർ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഫുൾ കോഡ് ഒരുമിച്ച് റെഫർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അറിയാത്ത കാര്യങ്ങൾ, ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ റെഫർ ചെയ്ത്, അല്ലാതെ ഒറ്റ നമ്മൾ ഈ കോഡ് കോപ്പി ചെയ്ത് റൺ ചെയ്യരുത്. അപ്പൊ നിങ്ങളൊന്നും പഠിക്കില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ് നാളെയും കൂടി ഉള്ളൂ, HTML ക്ലാസ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ MySQL ക്ലാസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നാളത്തെ ക്ലാസ് പ്രൊജക്ട് ടോപ്പിക് കണ്ടുപിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഞാൻ തന്നെ തരാം. എന്നിട്ട് അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്ത് പറഞ്ഞുതരാം. ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വെബ് പേജസ് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ നാളെ നമുക്ക് പ്രൊജക്ട് ഡിസ്കഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ ഇന്ന് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആണ്, ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ. ടോപ്പിക് ഇന്നലെ ഞാൻ കണ്ടുപിടിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നു. ആരെങ്കിലും കണ്ടുപിടിച്ചോ? ടോപ്പിക് ആരെങ്കിലും കണ്ടുപിടിച്ചോ? അതായത് ഒരു എക്സാമ്പിള്, പെറ്റ് ഷോപ്പ് പെറ്റ് ഷോപ്പ് പോലുള്ള. അപ്പൊ അതിൽ ഒരുപാട് പേജസ് കാണാം. എന്നിട്ട് ഓരോ പേജസ് കണക്ട് ചെയ്യണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അത് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും എങ്ങനെയാണ് ഒരു പ്രൊജക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇന്ന് ജാവാസ്ക്രിപ്റ്റ് നോക്കാം. അപ്പോൾ സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്ത് CSSന് വേണ്ടിയിട്ടാണെങ്കിൽ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് നോക്കാം. അപ്പൊ കാൽക്കുലേറ്റർ ആണെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരും ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ കാൽക്കുലേറ്റർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും? പറയൂ. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യുന്ന ബട്ടൺസ് വേണം. അതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ട നമ്പേഴ്സ് വേണം. അപ്പൊ നമ്മൾ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുന്നതെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാനായിട്ടുള്ള ഫീൽഡ് വേണം. ദെൻ ബട്ടൺസ് ആണ്. ഞാനിപ്പോൾ ഒരു 5 ഓപ്പറേഷൻസാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ, മോഡുലസ്, ഈ 5 ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ 5 ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ വേണം. Okay. ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടാണ് നമ്മളൊരു കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇൻപുട്ട് ടൈപ്പ് കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു നമ്പർ. ഓക്കെ. ഒരു പ്ലേസ് ഹോൾഡർ കൊടുക്കുന്നു. പ്ലേസ് ഹോൾഡർ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ HTML കേസിൽ നമ്മൾ ഇവിടെ ടൈപ്പ് കൊടുക്കാറ്, പക്ഷെ ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ID വേണം കൊടുക്കാൻ. ജസ്റ്റ് ID കൊടുക്കുന്നത് മാത്രം. ID ഈക്വൽ ടു num1 എന്ന് കൊടുക്കും. കാര്യം നമ്മൾ ഈ ID ആണ് വേരിയബിൾസ് ആക്സസ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ID കൊടുക്കുന്നത്. നെയിം കൊടുക്കണ്ട. സോ ഇതുപോലെ സെക്കൻഡ് നമ്പറും കൂടി ഞാൻ കൊടുക്കുന്നു. ഫസ്റ്റ് നമ്പറിന് num1 എന്ന് പറഞ്ഞ ID സെറ്റ് ചെയ്തു. സെക്കൻഡ് നമ്പറിന് ഞാൻ num2 എന്ന് പറഞ്ഞ് ID സെറ്റ് ചെയ്യുന്നു. ഓക്കെ. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ഇൻപുട്ട് ചെയ്തു. ദെൻ നമുക്ക് വേണ്ടത് ബട്ടൺസ് ആണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ബട്ടൺ? ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. ബട്ടൺ പ്ലസ് ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ നെക്സ്റ്റ് ബട്ടൺ മൈനസ് ആണ്. നെക്സ്റ്റ് ബട്ടൺ
മൾട്ടിപ്ലിക്കേഷൻ ആണ്, സോ സ്റ്റാർ കൊടുത്തു. ദെൻ ഡിവിഷൻ ആണ്, ബട്ടൺ ഡിവിഷൻ. ദെൻ ഞാൻ മോഡുലസും കൂടി കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് വേണ്ടത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. സോ സ്ക്രിപ്റ്റ് ടാഗ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, അതുപോലെ ക്ലോസ് ചെയ്യാം. ഇതിനുള്ളിൽ വേണം നമുക്ക് HTML അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് കോഡ് കൊടുക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവിഷൻ ചെയ്യണം ആൻഡ് മോഡൽ കണ്ടുപിടിക്കണം. ഇതിൽ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷന്റെ പേര് ഫംഗ്ഷൻ സ്പേസ് ആഡ് എന്ന് കൊടുക്കും. അപ്പൊ നമ്മൾ പൈത്തണിലൊക്കെ എങ്ങനെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഡെഫ് കീവേഡ് യൂസ് ചെയ്ത് സ്പേസ് കൊടുത്ത് ആഡ് എന്നാണെങ്കിൽ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നെയിം കൊടുത്താണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ ഫംഗ്ഷൻ എന്ന് തന്നെയാണ് നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഫംഗ്ഷൻ നെയിം കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ്, എന്നിട്ട് നമ്മൾ ഒരു കേളി ബ്രൈസ് ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നമുക്ക് ആഡ് ചെയ്യേണ്ട കോഡ് കൊടുക്കാനായിട്ട്. സോ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാ, 2 നമ്പർ കൊടുക്കുന്നു, ആ 2 നമ്പർ ആഡ് ചെയ്യും. ഫസ്റ്റ് നമ്പറിനെ ഞാൻ num1 എന്ന് പറഞ്ഞെടുത്തു. സോ വേരിയബിൾ നെയിം ലെറ്റ് num1 എന്നെടുത്തു. ഇങ്ങനെയാണ് വേരിയബിൾ ഇനിഷ്യലൈസ്, ലെറ്റ് num1 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ നമ്മളിപ്പോ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഫ്ലോട്ട് ആണെന്ന് വിചാരിക്കുക. ആ ഫ്ലോട്ടിനെ ഇന്റിജറിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി അത് ഇന്റിജർ ആണെങ്കിൽ വേറെ ഒന്നും ചേഞ്ച് ആവണ്ട. വേറെ എന്തെങ്കിലും ആണ് നമ്മൾ കൊടുത്തെങ്കിൽ അതിനെ ഇന്റിജറിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് പാഴ്സിന്റ്. സോ ഫസ്റ്റ് പാഴ്സിന്റ് കൊടുക്കുക, ബ്രാക്കറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ HTML ഡോക്യുമെന്റിൽ നിന്നാണ് നമ്മൾ ഈ എലമെന്റിന്റെ ഐഡി എടുക്കുന്നത്. സോ ഡോക്യുമെന്റ് എന്ന് കൊടുക്കുക, ഡോക്യുമെന്റ് ഡോട്ട് എലമെന്റിന്റെ ഐഡി ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഈ നമ്പർ, ഈ ഫസ്റ്റ് നമ്പറിനെ നമ്മൾ num1 എന്ന് പറഞ്ഞ ഐഡി ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് നമ്പറിനെ num2 എന്ന് പറഞ്ഞ ഐഡി ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക, num1 എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി, എലമെന്റിന്റെ ഐഡി വെച്ച് നമ്മൾ എടുക്കുന്നത്. ഗെറ്റ് എലമെന്റ് ബൈ ഐഡി ബ്രാക്കറ്റിൽ കൊടുക്കുക. num1 ആണെങ്കിൽ num1 എന്ന് കൊടുക്കുക, num2 ആണെങ്കിൽ num2 എന്ന് കൊടുക്കുക. ഫസ്റ്റ് num1 ആണ് എടുക്കുന്നത്. സോ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി num1 കൊടുത്തു. num1 വെറുതെ കൊടുത്താൽ പോരാ, num1ന്റെ വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ num1 ഡോട്ട് വാല്യൂ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് എന്താണോ നമ്മൾ ഫസ്റ്റ് നമ്പറിലേക്ക്, അതായത് ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഈ നമ്പറില്ലേ, ഫസ്റ്റ് ഇൻപുട്ട് ഫീൽഡിൽ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഇങ്ങോട്ട് വന്ന് സ്റ്റോർ ആവും. ഓക്കെ, അതുപോലെ സെക്കൻഡ് നമ്പറിനെ എടുക്കണം. സെക്കൻഡ് നമ്പറിനെ num2 എന്ന് പറഞ്ഞ പേര് കൊടുത്തു. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? ഇന്റിജറിലേക്ക് ഫസ്റ്റ് പാസ് ചെയ്യുന്നു. പാഴ്സിന്റെ കൊടുത്ത് ഇന്റിജറിലേക്ക് പാസ് ചെയ്തു. എന്നിട്ട് ഡോക്യുമെന്റിൽ നിന്നും എടുക്കുന്നു. സോ ഡോക്യുമെന്റ് കൊടുക്കുന്നു, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി, ഗെറ്റ് എലമെന്റിന്റെ ഐഡി എടുക്കാൻ വേണ്ടി ബൈ ഐഡി കൊടുക്കുന്നു. അക്ഷരമൊക്കെ സൂക്ഷിക്കുക, ക്യാപിറ്റൽ സ്മോൾ ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയെടുക്കുക. സോറി, ഇവിടെ ഞാൻ ഫ്ലോട്ട് ആണ് കൊടുത്ത, ഫ്ലോട്ട് അല്ല ഇന്റിജർ വേണം കൊടുക്കാനായിട്ട്. ചില കേസിൽ നമുക്ക് ഫ്ലോട്ട് വേണമെങ്കിൽ ഫ്ലോട്ട് എടുക്കാം. നമ്മളിപ്പോൾ ഇന്റിജർ ആണ് ചെയ്യുന്നത്. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി, ക്യാപിറ്റൽ കൊടുക്കുക, ഐഡിയുടെ ഐ ക്യാപിറ്റൽ കൊടുക്കുക. ഓക്കെ, ഗെറ്റ് എലമെന്റ് ബൈ ഐഡി രണ്ടാമത്തെ നമ്പർ num2 ആണ്. സോ എന്ത് ചെയ്യുക? num2 എന്ന് വിളിക്കുക. ഓക്കെ, num2 എന്ന് മാത്രം കൊടുത്താൽ num2ന്റെ വാല്യൂ എടുക്കണം. സോ num2 ഡോട്ട് വാല്യൂ കൊടുത്തു. അപ്പൊ നമ്മള് നമ്പർ 1ൽ നിന്നും, സോറി ഫസ്റ്റ് ഫീൽഡിൽ നിന്നും നമ്പർ എടുത്തു, സെക്കൻഡ് ഫീൽഡിൽ നിന്നും നമ്പർ എടുത്തു. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഈ 2 നമ്പർ കൂടി ആഡ് ചെയ്യാം, അതാണ് നമുക്ക് വേണ്ടത്. സോ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അടുത്തൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, റിസൾട്ട് എന്ന് പറഞ്ഞ് മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, റിസൾട്ട്. എന്നിട്ട് ഈ റിസൾട്ടിലേക്ക് num1നെ num2നെ നമ്മൾ ആഡ് ചെയ്യും. സോ num1 പ്ലസ് num2 കൊടുത്ത് ആഡ് ചെയ്തു. ഓക്കെ, ഈ പ്രിന്റ് ചെയ്യണം, ഈ റിസൾട്ടിനെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കണം. സോ റിസൾട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ബട്ടന്റെ താഴെ ഒരു പാരഗ്രാഫ് ആയിട്ട് കൊടുക്കുകയാണ്. ഈ ടാഗിൽ ഒരു ഐഡി കൊടുക്കുകയാണ്. ഇവിടെ വേണം നമുക്ക് റിസൾട്ട് വരാൻ. സോ PID റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു ഐഡി കൊടുത്തു. ഈ ഐഡി നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നിട്ട് പ്രിന്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് റിസൾട്ട്
വേണം നമുക്ക് റിസൾട്ട് വന്ന് സ്റ്റോർ ആവാൻ. ഓരോന്നിന്റെയും റിസൾട്ട് സ്റ്റോർ ആവേണ്ടത് ഈ പാരഗ്രാഫിലാണ്. അതിന് ഐഡി കൊടുത്തു റിസൾട്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യും? എടുക്കുക. സോ ഡയറക്റ്റ് നമുക്ക് ഡോക്യുമെന്റ് വിളിക്കാം. ഡോക്യുമെന്റ് ഡോട്ട് റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്യുമെന്റ് ഡോട്ട് എലമെന്റിന്റെ എന്ത് ചെയ്യുക? ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി കൊടുക്കുക. എന്നിട്ട് ഐഡിയുടെ പേര് എന്താണ്? റിസൾട്ട് എന്നാണ് ഞാനിപ്പോ സെറ്റ് ചെയ്തിരിക്കുന്ന ഐഡിയുടെ പേര്. സോ റിസൾട്ട് വിളിക്കുക. ഇന്നർ HTML-ന്റെ ഇന്നർ പോർഷനിലാണ് അത് വന്ന് സ്റ്റോർ ആകുന്നത്. അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ഇന്നർ HTML എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരണം എന്ന് നമ്മൾ ഇവിടെ കൊടുക്കുക. നമുക്ക് എങ്ങനെയാണോ ഡിസ്പ്ലേ ചെയ്ത് വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതി നമുക്ക് കൊടുക്കാം. റിസൾട്ട് ഈക്വൽ ടു റിസൾട്ടിന്റെ കൂടെ റിസൾട്ടും കൂടി ആഡ് ആവാൻ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് കൊടുക്കാം. ഈ പ്ലസ് കൊടുക്കുന്നത് നിങ്ങൾ പൈത്തന്റെ കേസിൽ കോമ കൊടുക്കുന്നതിന് പകരമാണ് ഇവിടെ പ്ലസ് കൊടുക്കുന്നത്. സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, പ്രിന്റിനുള്ളിലെയും അല്ലാത്ത തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സേവ് ചെയ്തു. ഈ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതാണ്, ഈ ആഡ് ചെയ്ത റിസൾട്ട് ആണ്. ഓക്കെ, സേവ് ചെയ്തു, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും പിന്നെ ബട്ടൺസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ ഞാനിപ്പോ ഒരു 7 കൊടുക്കുകയെന്ന് വിചാരിക്കുക. സെക്കൻഡ് നമ്പർ 9 കൊടുക്കും. രണ്ടും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. പക്ഷെ എനിക്കൊന്നും റിട്ടേൺ ചെയ്ത് കിട്ടിയില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? എനിക്ക് ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയില്ല. അതിന്റെ റീസൺ എന്താണെന്ന് പറയാമോ? യെസ്, ഫംഗ്ഷൻ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട് നമുക്ക് ഔട്ട്പുട്ട് ഇല്ല. ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല. ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജസ്റ്റ് കൊടുത്തു, അത്ര മാത്രം. അല്ലാതെ ഏത് ബട്ടണിൽ ഈ ആഡ് ഫംഗ്ഷൻ വർക്ക് ആവേണ്ടത് നമ്മൾ കൊടുത്തിട്ടില്ല. സോ എനിക്ക് വേണ്ടത് പ്ലസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ആക്ഷൻസ് പെർഫോം ചെയ്യേണ്ടത്. സോ പ്ലസ് ബട്ടണിന്റെ ഉള്ളിലേക്ക് വരിക. എന്നിട്ട് ഈ ബട്ടനുള്ളിൽ വന്ന് ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഓൺ ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഈ ബട്ടണിൽ, അതായത് പ്ലസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതാണ് ഈ ഓൺ ക്ലിക്ക് ഉദ്ദേശിക്കുന്നത്. ഓൺ ക്ലിക്ക് ആഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഈ ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ആവണം. സോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ ഒരു പ്രോഗ്രാമിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അതായിരിക്കും വർക്ക് ആവുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ 2 നമ്പർ കൊടുത്തിട്ട് ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത ഓപ്ഷൻ വെച്ചിട്ട് 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 5 6 കൊടുത്തു. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് 11 എന്ന് പറഞ്ഞ ഒരു ഔട്ട്പുട്ട് കിട്ടി. കണ്ടോ? അതായത് നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണ്, കറക്റ്റ് ആയിട്ടാണ് കൊടുത്തത്. ഫംഗ്ഷൻ ക്ലിയർ ആയിട്ട് ചെയ്തു, അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. നമ്മൾ പ്ലസ് മാത്രമേ ചെയ്യുള്ളൂ, നമ്മൾ ബാക്കിയുള്ളതും കൂടി ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ടൈപ്പ് തന്നെ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ടൈമിന് വേണ്ടിയിട്ട് ഞാനിത് കോപ്പി ചെയ്യുവാണേ. നിങ്ങൾ ടൈപ്പ് തന്നെ ചെയ്യുക. കാര്യം ആദ്യമായിട്ടല്ലേ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്നത്, നിങ്ങൾ ടൈപ്പ് തന്നെ ചെയ്യുക. ബാക്കി ഒരെണ്ണം ശരിയാവുകയാണെങ്കിൽ ബാക്കി നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണില്ല. കാര്യം എന്ത് ചെയ്താൽ മതി? ഫംഗ്ഷൻ ചെയ്ത് കൊടുക്കുക. ഞാൻ രണ്ടാമത്തത് സബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ num1 മൈനസ് num2 ആക്കി കൊടുക്കും. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ ഞാൻ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി മൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ പ്ലസ് മാറ്റി സ്റ്റാർ കൊടുക്കുന്നു. സ്റ്റാർ num2. ദെൻ അടുത്തത് ഡിവിഷൻ ചെയ്യാൻ വേണ്ടി div കൊടുക്കുന്നു. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ ഡിവൈഡ് ആണ്. ദെൻ ലാസ്റ്റ് വൺ മോഡുലസ് ആണ്. മോഡുലസിന് വേണ്ടി പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്തു. എനിക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നത് മോഡാണ്. ഓക്കെ, നമ്മൾ ഇവിടെ മാത്രം ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്താൽ കൊടുക്കണം. ഓരോ ബട്ടണിൽ ഫംഗ്ഷൻ ആണ് വർക്ക് ചെയ്യുന്നത് കൊടുക്കണം. ഓക്കെ,
അപ്പോൾ മൈനസ് ബട്ടണിന് വേണ്ടി ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ കൊടുക്കുന്നു. ഓൺ ക്ലിക്ക് സബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വേണം, മൈനസ് കൊടുത്തു. ദെൻ പ്ലസ് സ്റ്റാറിൽ വരുമ്പോൾ ഓൺ ക്ലിക്ക് മൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ വരണം. സ്ലാഷിൽ വരുമ്പോൾ ഓൺ ക്ലിക്ക് div എന്ന് പറയുന്ന ഫംഗ്ഷൻ. ലാസ്റ്റ് വൺ മോഡുലസിന് വേണ്ടി മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക. ഓക്കെ, എല്ലാ ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തു. ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് റൺ ചെയ്ത് നോക്കാം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ? അരുൺ, അഭിഷേക്, ഷഹന, ഹസ്ന. ആ പറഞ്ഞോളൂ. ആ div ഐഡിയോ. ആ അതായത് ഇപ്പൊ ഞാൻ 7ഉം 8ഉം കൊടുത്തു വിചാരിക്കും. അപ്പൊ നമുക്ക് 15 കിട്ടി. മൈനസ് കൊടുത്തപ്പോ മൈനസ് ചെയ്ത് കിട്ടി. സ്റ്റാർ കൊടുത്തപ്പോ അത് കിട്ടി. ഡിവിഷൻ ചെയ്തു, മൈനസ് ചെയ്തു. എല്ലാ ഉത്തരവും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇവിടെ വർക്ക് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ കൊടുക്കുന്ന നമ്പർ അനുസരിച്ച് നമ്മൾ അവിടെ ഒരു ഓപ്പറേഷൻ കൊടുത്തു. കറക്റ്റ് ബട്ടൺ എന്താണോ ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബട്ടൺ ഏത് ഫംഗ്ഷൻ ആണോ കോൾ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ കൊടുത്താലും റിസൾട്ട് ചേഞ്ച് ആയി വരും. മനസ്സിലായോ? അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഓക്കെ ആണോ? ആ അതായത് നമ്മൾ ഇവിടുത്തെ ഐഡിയ ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. അതാണെങ്കിൽ ബൈ ഐഡിയ എലമെന്റ് ഐഡിയ നമ്മൾ എടുക്കും. ഫസ്റ്റ് നമ്പറിന്റെ സെക്കൻഡ് നമ്പറിന്റെ ഐഡിയ എടുത്ത പോലെ തന്നെ റിസൾട്ടിന്റെ ഐഡിയ എടുക്കും. റിസൾട്ടിന്റെ ഐഡിയ സ്റ്റോർ ചെയ്ത് ടാഗിനുള്ളിലാണ് റിസൾട്ട് കൊടുത്തു. ആ ഐഡിയ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടോ. കാര്യം നമ്മൾ ഏതൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലും റിസൾട്ടിന്റെ നേരെയാണ്. അതുകൊണ്ടാണ് ആ ഐ ഡി കൊടുത്തത്. പിന്നെ ഇന്നർ HTML, HTML നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടേണ്ടത്, HTML നമ്മൾ റിട്ടേൺ ചെയ്ത് കിട്ടേണ്ടത് റിസൾട്ട്. ഈ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് എൻഡിൽ കിട്ടിയതാണ് ഈ റിസൾട്ട്. ഇതിന്റെ വേരിയബിൾ, അതായത് ഇതിന്റെ വേരിയബിൾ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് അതിന്റെ കൂടെ നമുക്ക് റിസൾട്ടും കൂടി വേണം. അതാണ് ഈ റിസൾട്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു റിസൾട്ട് മാറ്റി ഒന്ന് റൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ ലൈൻ ഓരോ വോയിസും എടുത്തെടുത്താണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക.
ഗ്രൂപ്പിൽ നിങ്ങളുടെ പേരും നിങ്ങൾ എന്ത് ടോപ്പിക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും പറയണം കേട്ടോ. നിങ്ങളുടെ പേര് നിങ്ങൾ എന്ത് ടോപ്പിക്കാണ് ചെയ്യുന്നതെന്ന് പറയണം. ഒരാൾ ചെയ്തത് വേറൊരാൾക്കും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ആദ്യം തന്നെ ഇടണം. ഓക്കെ. അപ്പൊ കാൽക്കുലേറ്റർ എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും എറർ വന്ന് എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടോ? എല്ലാരും പറഞ്ഞേ. കിട്ടിയവർ യെസ് എന്ന് മെസ്സേജ്. അല്ലല്ല, പ്രൊജക്ട് മൺഡേ സബ്മിറ്റ് ചെയ്യും. ലൈവായിട്ടല്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്താൽ ഓൾറെഡി ഉള്ള വെബ്സൈറ്റ് ചെയ്തത് വേറെ ആരും എടുക്കാനും പാടില്ല. കാൽക്കുലേറ്റർ എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? മൺഡേ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നാളെ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ ഈ കാൽക്കുലേറ്റർ ഡിസൈൻ ചെയ്യുക. നല്ലൊരു രീതിക്ക് ഡിസൈൻ ചെയ്യുക ഈ കാൽക്കുലേറ്റർ.